കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 22. രചന ശാലിനി ഇ. നദി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കുന്തോറും മനസ്സിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയുന്നത് പോലെ അവൾക്ക് തോന്നി. അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ കഴിയാത്തതുപോലെ ഒരു കാന്തിക ഭാവം, അത് തന്നെ അവനിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പോലെ. പെട്ടെന്നാണ് മുകളിൽ നിന്നും ഒരുവൾ പാഞ്ഞു വന്ന് അവൻ്റെ മേലേക്ക് ചാഞ്ഞത്. കാർത്തിയേട്ടൻ എപ്പോൾ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. അവനൊരു ചെറുചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാനിതാ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. നേരത്തെ ഫോൺ ചെയ്തപ്പോഴും വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അവളുടെ പരിഭവം നിറഞ്ഞ ചോദ്യം കേട്ടതും അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടി. എൻ്റെ ചിറ്റയുടെ വീട്ടിലേക്ക് വരാൻ എനിക്ക് നിൻ്റെ സമ്മതം വേണോടി? അങ്ങനെ ചോദിക്ക് കാർത്തി, അല്ലെങ്കിലും ആങ്ങളമാർ രണ്ടും കൂടി കൊഞ്ചിച്ച് അവളെ വഷളാക്കി വെച്ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വന്നുകൊണ്ട് രേണുക പറഞ്ഞു. എൻ്റെ ഏട്ടന്മാരല്ലേ, ഞാനങ്ങ് സഹിച്ചു. അമ്മയുടെ നേർക്ക് കൊഞ്ഞനം കുത്തിക്കൊണ്ട് കാർത്തിയുടെ ചുമലിലേക്ക് ചാഞ്ഞുകൊണ്ട് ചിലങ്ക പറഞ്ഞു. താഴെ നടക്കുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നദി. അവൾക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നി. തനിക്ക് ആരുമില്ലാത്ത പോലെ, ഒറ്റയ്ക്കായതുപോലെ അവൾ തിരിഞ്ഞു മുകളിലെ റൂമിലേക്ക് തന്നെ പോയി. കിടക്കയിൽ കമന്ന് കിടന്നുകൊണ്ട് നദി പൊട്ടിക്കരഞ്ഞു. ശരിക്കും തനിക്കൊരു ഏട്ടനുണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? അമ്മ തന്നോട് അവസാനമായി പറഞ്ഞ കാര്യമായതുകൊണ്ട് അതൊരിക്കലും നുണയാവില്ല. എവിടെയായിരിക്കും തൻ്റെ ഏട്ടൻ? അച്ഛനും ഏട്ടനും തനിക്കുണ്ട്, പക്ഷേ അവരൊക്കെ എവിടെയാണ്? എന്നെങ്കിലും എനിക്കിത് അവരെ കാണാൻ കഴിയുമോ? കണ്ടാൽ തന്നെ അവർക്ക് തന്നെ മനസ്സിലാകുമോ? ഏട്ടനോട് അമ്മയല്ലേ പറയേണ്ടത് ഇതിൻ്റെ അനിയത്തിയാണെന്ന്? ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ എൻ്റെ വാക്കുകൾ അവർ വിശ്വസിക്കുമോ? ചിലപ്പോൾ രേണുകയാൻ്റിക്ക് അറിയാൻ കഴിയുമായിരിക്കും. ചോദിച്ചു നോക്കിയാലോ? എൻ്റെ ഏട്ടൻ ആരെന്ന് പറഞ്ഞു തരുമോ അവർ? അവൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. വേണ്ട, എനിക്കറിയണ്ട. ഏട്ടൻ ആരെന്ന് അറിയുന്ന നിമിഷം അച്ഛനെയും എനിക്ക് കാണേണ്ടി വരും. എൻ്റെ അമ്മയുടെ ജീവിതം ഇങ്ങനെയാക്കി തീർത്ത അയാളെ എനിക്കിനി കാണേണ്ട. ഏട്ടനെ കണ്ടില്ലെങ്കിലും അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ തനിക്ക് സ്വന്തമായി ഉണ്ടെന്ന് കരുതി ജീവിക്കാലോ. നേരത്തെ കണ്ട മുഖം അവളുടെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വന്നു. ആരായിരിക്കും അയാൾ? സ്വപ്നത്തിലല്ലാതെ അയാളെ താൻ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? പരിചിതമായ മുഖം പോലെ. അയാൾ എന്തിനായിരിക്കും സ്വപ്നത്തിൽ വന്ന് എന്നോട് കരഞ്ഞു സംസാരിച്ചത്? സ്നേഹമോ വാത്സല്യമോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നില്ലേ അന്നേരം അയാളുടെ മുഖത്തെ ഭാവങ്ങൾ? ഇപ്പോഴും തന്നെ നോക്കിയപ്പോൾ ആ കണ്ണിൽ വിരിഞ്ഞ ഭാവം വാത്സല്യമായിരുന്നില്ലേ? തനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ചിറ്റയോട് സംസാരിച്ചു കൊണ്ടിരുന്നവൻ പെട്ടെന്ന് തലയുയർത്തി നദി നിൽക്കുന്നിടത്തേക്ക് നോക്കി. എന്നാൽ അവൾ നിന്നിടം ശൂന്യമായിരുന്നു. അതോടെ അവൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു. ഇരിക്ക് കാർത്തി, കുറേ നാളായല്ലോ നീ ഇവിടേക്ക് വന്നിട്ട്. ഞാൻ ശങ്കരേട്ടനോട് ചായ എടുക്കാൻ പറയാം. അപ്പോഴേക്കും ശങ്കരേട്ടൻ ഒരു ഗ്ലാസ് ജ്യൂസുമായി അവിടേക്ക് വന്നു. എങ്കിൽ പിന്നെ ജ്യൂസ് കുടിക്കുക, കുറച്ച് കഴിഞ്ഞ് ചായ കുടിക്കാം. രേണുക അത് പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. രേണുകയ്ക്ക് ഓപ്പോസിറ്റായി കാർത്തിയും അവൻ്റെ അരികിലായി ചിലങ്കയും ഇരുന്നു. കാർത്തി കുറച്ച് കുടിച്ചതും, ഇതിന് ഭയങ്കര മധുരമാണല്ലോടി, ഇതാ നീ തന്നെ കുടിച്ചോ, നിനക്കാവുമ്പോൾ മധുരം പ്രശ്നമല്ലല്ലോ. ചിലങ്ക ചിരിയോടെ അത് വാങ്ങിക്കുടിച്ചു. ഞാൻ വരുമ്പോൾ സ്റ്റെയറിൽ ഒരു കുട്ടി നിന്നിരുന്നല്ലോ, അതാരാ ചിറ്റേ? കാർത്തിയുടെ ചോദ്യം കേട്ട് ചിലങ്ക അവനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. എന്നാൽ അവൻ അവളെ നോക്കിയതുപോലുമില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവൻ രേണുകയുടെ മുഖത്തായിരുന്നു. അത് പ്രതാപേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളാ. കഴിഞ്ഞ ദിവസം അതിൻ്റെ അമ്മ മരിച്ചുപോയി. ആരും തുണയില്ലാത്ത വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. കാർത്തിയുടെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടെയോ നോക്കിയിരുന്നും കൊണ്ടാണ് രേണുക അത് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ, അതായത് പ്രതാപനങ്കിളിൻ്റെ കൂട്ടുകാരൻ, അയാളെവിടെ? അവൻ്റെ മിഴികൾ രേണുകയുടെ മുഖത്ത് തന്നെയായിരുന്നു. ഇവൾ കുഞ്ഞായിരിക്കുമ്പോൾ നാട് വിട്ടുപോയതാണ്, പിന്നെ തിരികെ വന്നിട്ടില്ല. ഓഹോ, ഭാര്യയുടെ സ്വഭാവം കൊണ്ടായിരിക്കും. നല്ല സ്വഭാവമുള്ള ഒരുവളായിരുന്നു ആ ഭാര്യയെങ്കിൽ ഒരിക്കലും അയാൾ ഭാര്യയെയും കുഞ്ഞിനെയും തനിച്ചാക്കി എവിടെയും പോകില്ല. രേണുകയുടെ മുഖത്തേക്ക് തന്നെ കണ്ണു നട്ടിരുന്നവൻ
അവിടെയുണ്ടായ ഞെട്ടൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അവർ അവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി. എനിക്കതിലൊന്നും പറയാനില്ല. അവളുടെ നിരപരാധിത്വം കാലം തെളിയിക്കട്ടെ. ഓ, അതെന്തെങ്കിലും ആകട്ടെ. വല്ലവരുടെ കാര്യം പറഞ്ഞ് നമ്മളെന്തിനാ ചിറ്റയെ തെറ്റുന്നത്? അവർ അപരാധിയോ നിരപരാധിയോ ആരായാലും അത് നമ്മെ ബാധിക്കുന്ന പ്രശ്നമില്ലല്ലോ. എങ്ങാണ്ട് കിടന്ന കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വെറുതെ പൊല്ലാപ്പുണ്ടാക്കരുത്. ഈ വീട്ടിലും ഒരു ആന്തര്യമുള്ളതാണ്. ഒടുവിൽ നെഞ്ചത്തടിച്ച് കരയാനുള്ള ഇടയുണ്ടാവരുത്. കാർത്തി തന്നെ കളിയാക്കുകയാണോ എന്ന് ഒരു വേള രേണുക ചിന്തിച്ചു പോയി. അടുത്ത നിമിഷം അവരിൽ വാശി നിറഞ്ഞു. അങ്ങനെയൊരു പൊല്ലാപ്പുണ്ടായാൽ, അതിനെൻ്റെ മകൻ കാരണക്കാരനായാൽ അവരുടെ കല്യാണം ഞങ്ങൾ അന്തസ്സോടെ നടത്തും. ഓ, ചിറ്റ ഇത്രയൊക്കെ അങ്ങ് ചിന്തിച്ചുറപ്പിച്ചു വച്ചിരുന്നു. നന്നായി. ചിലങ്ക രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. എല്ലാം അറിയുന്നവൻ്റെ മുന്നിലാണ് അമ്മ ഒന്നും അറിയാത്തവനോടെന്ന പോലെ സംസാരിക്കുന്നത്. ബദ്രിയേട്ടൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു തെറ്റ് സംഭവിച്ചാൽ കാർത്തിയേട്ടൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് തനിക്ക് ഓർക്കാൻ പോലും വയ്യ. നാട്ടുനടപ്പനുസരിച്ച് കാർത്തിയേട്ടൻ്റെ മുറപ്പെണ്ണാണ് താൻ. എന്നാൽ എപ്പോഴെങ്കിലും കാർത്തിയേട്ടൻ തന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? സ്വന്തം അനിയത്തിയോടെന്ന പോലെയല്ലേ തന്നെ കാണുന്നത്. തനിക്കും ബദ്രിയേട്ടനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ കാർത്തിയേട്ടനോടല്ലേ? മറ്റൊരർത്ഥത്തിൽ തനിക്ക് കാർത്തിയേട്ടനെ കാണാൻ കഴിയുമോ? ബദ്രിയേട്ടൻ്റെ പെങ്ങളെ കാർത്തിയേട്ടൻ സ്വന്തം പെങ്ങളായി കരുതുന്നുണ്ടെങ്കിൽ തിരിച്ചും ബദ്രിയേട്ടൻ അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയല്ലെങ്കിൽ കാർത്തിയേട്ടൻ്റെ പ്രതികരണം എന്തായിരിക്കും? എന്നാൽ അവിടെയും ഒരു പ്രശ്നമില്ലേ? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഏട്ടന്മാരുടെ സ്ഥാനത്ത് കാണുന്നതാണ് ബദ്രിയേട്ടനെയും കാർത്തിയേട്ടനെയും. വളരുന്നതിനോടൊപ്പം ആ ബന്ധം ദൃഢമാവുകയല്ലേ ഉള്ളൂ. എന്നാൽ നദിയുടെയും ബദ്രിയേട്ടൻ്റെയും കാര്യം അങ്ങനെയല്ല. അവർ നേരിൽ കാണുന്നത് ഇപ്പോഴാണ്. എല്ലാവരും അറിയപ്പെടുന്ന ഒരു സിംഗർ ആണ് ബദ്രിയേട്ടൻ. നദി ആരും മോഹിക്കുന്ന അത്രയും സൗന്ദര്യമുള്ളവളും. അവരിൽ അങ്ങനെയൊരു ബന്ധം ഉടലെടുക്കുന്നത് തെറ്റാണോ? കാർത്തിയേട്ടൻ എന്നെ കാണുന്നത് പോലെ തന്നെ ബദ്രിയേട്ടൻ നദിയെയും കാണണമെന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ. എന്താടി കുഞ്ഞിത്തലയ്ക്ക് അകത്തിയിരുന്ന് പുകയുന്നത്? കാർത്തിയുടെ ചോദ്യവും തലയ്ക്കുള്ള പൊട്ടും കൊണ്ടാണ് ചിലങ്ക ചിന്തയിൽ നിന്നും ഉണരുന്നത്. രേണുകയുടെ ഫോൺ ബെല്ലടിച്ചതും അവൾ അതുമായി റൂമിലേക്ക് പോയി. കാർത്തിയേട്ടാ, ഏട്ടൻ എന്നേക്കാളും നദിയെ സ്നേഹിക്കുമോ? അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് മുടിയിൽ തഴുകി. നിന്നെ അല്ലടി ഞാൻ ആദ്യമായി കണ്ടത്. നിന്നിലൂടെയല്ലേ ഒരു സഹോദരി ഇല്ലാത്തതിൻ്റെ ദുഃഖം ഞാൻ മറന്നത്. ഇന്നിപ്പോൾ എൻ്റെ കുഞ്ഞോളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുക. ചില്ലോ, ഞാനും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടായിട്ടും ആരുമില്ലാത്തവളെപ്പോലെ അവൾ ജീവിച്ചില്ലേ? അമ്മയുടെ വരുമാനത്തിൽ ഒരുങ്ങിയുള്ള ജീവിതം. അവളൊരു കോടീശ്വരിയല്ലേ? അവൾ എന്താവശ്യപ്പെട്ടാലും നേടിക്കൊടുക്കാൻ കഴിവുള്ള ഒരു സഹോദരനല്ലേ ഞാൻ? എന്നിട്ടും അവൾ എങ്ങനെയാണ് ജീവിച്ചത്? അമ്മയുടെ ചികിത്സക്കായി നേടിവെച്ചതെല്ലാം ഹോസ്പിറ്റലുകളിൽ ഒഴുക്കി കളഞ്ഞിട്ടുണ്ടാവില്ലേ? അവൾ എഴുതിയ കത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നതെല്ലാം അച്ഛനെക്കുറിച്ചുള്ള അവളുടെ സ്വപ്നങ്ങളല്ലേ ചില്ലോ? ആ വരികളിൽ എവിടെയും ഞാനെന്ന ഏട്ടനില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. അമ്മ എന്നെക്കുറിച്ച് ഒന്നും അവളോട് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലേ? അച്ഛനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവില്ല. എഴുത്തുകളെല്ലാം അവൾക്ക് അച്ഛനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളല്ലേ? എൻ്റെ കുഞ്ഞോളെ എന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതും എങ്ങനെയാ ചില്ലോ? സങ്കടം നിറഞ്ഞ കാർത്തിയുടെ മുഖവും വാക്കുകളും ചിലങ്കയിൽ നൊമ്പരമുണർത്തി. കാർത്തിയേട്ടൻ വാ, കുഞ്ഞോളെ കാർത്തിയേട്ടനിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആദ്യപടിക്ക് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതും പറഞ്ഞുകൊണ്ട് ചിലങ്ക കാർത്തിയുടെ കയ്യും പിടിച്ച് മുകളിലേക്ക് പോയി. കിടക്കയിൽ ചമ്രം പിണഞ്ഞിരുന്ന് വലതുവശത്തേക്ക് ചാഞ്ഞ് വലതു കാൽമുട്ടിൽ കൈമുട്ട് വെച്ച് തല താങ്ങിക്കൊണ്ട് കടുത്ത ആലോചനയിൽ ഇരിക്കുകയാണ് നദി. ചിലങ്കയും അവൾക്ക് പിന്നിലായി കാർത്തിയും മുറിയിലേക്ക് വന്നത് നദി അറിഞ്ഞില്ല. കാർത്തി അവളെ തന്നെ നോക്കി നിന്നു. നീരുവെച്ച് വീർത്ത കൺപോളകൾ കണ്ടപ്പോഴേ അവളുടെ കണ്ണുനീർ ഇപ്പോഴും തോർന്നിട്ടില്ലെന്ന് അവന് മനസ്സിലായി. നദി, നീ എന്താ ഇത്ര കാര്യമായി ചിന്തിക്കുന്നത്? അവളുടെ അരികിലിരുന്നു കൊണ്ട് ചിലങ്ക ചോദിച്ചു. പെട്ടെന്നവൾ ചിലങ്കയെ നോക്കി. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന കാർത്തിയെ നദി കാണുന്നത്. അവളുടെ മെയ്കളൊന്ന് വിടർന്നു. അത് കണ്ടതും കാർത്തിയുടെ ഉള്ളിലും ഒരു ചെറുസുഖമുള്ള കാറ്റ് വീശി. നദി, കാർത്തിയേട്ടൻ നിന്നെ പരിചയപ്പെടാൻ വന്നതാണ്. ചിലങ്ക പറഞ്ഞതും നദി വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. നദി എന്നാണല്ലേ പേര്? ഇരിക്കൂ, നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കാം. കാർത്തി കട്ടിലിനടുത്തേക്ക് ഒരു ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു. അതോടെ നദി വീണ്ടും ബെഡിലേക്ക് തന്നെ ഇരുന്നു. ചിലങ്ക നദിയുടെ അടുത്തിരുന്നു.
നദി, ഇത് കാർത്തിയേട്ടൻ, എൻ്റെ അമ്മാമ്മയുടെ മകനാണ്, എൻ്റെ ഒരേ ഒരു മുറച്ചെറുക്കൻ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചിലങ്ക കൈ ചുണ്ടിന് മീതെ വെച്ച് അമർത്തി ചിരിച്ചു. ചില്ലു, കാർത്തി ശാസനയോടെ വിളിച്ചു. കാർത്തിയേട്ടൻ വലിയൊരു ബിസിനസ്മാനാണ്. തിരുനന്ത ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഈ താരം. ചിലങ്ക പറഞ്ഞതും നദിയുടെ നെറ്റി ചുളിഞ്ഞു. അവളുടെ മിഴികൾ കാർത്തിയുടെ മുഖത്ത് തന്നെ തങ്ങി നിന്നു. തിരുനന്തനം ഗ്രൂപ്പ് മഹാദേവൻ മാസ്റ്ററുടെ? അവൾ പകുതിയിൽ നിർത്തി. ചിലങ്കയും കാർത്തിയും ഒരേ സമയമാണ് പരസ്പരം നോക്കിയത്. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. തിരുനന്തനം ഗ്രൂപ്പിൻ്റെ തലവനാണ് മഹാദേവൻ മാസ്റ്റർ എന്ന്. പിന്നെ ഗായകൻ ബദ്രിനാഥ് മഹാദേവൻ മാസ്റ്ററുടെ സഹോദരി പുത്രനാണെന്ന്. വളരെ പെട്ടെന്ന് തന്നെ ചിലങ്ക ഒരു പുഞ്ചിരിയുടെ ആവരണം മുഖത്തണിഞ്ഞു. നീ കേട്ടതെല്ലാം ശരിയാണ്. അത് മഹാദേവൻ മാസ്റ്ററാണ് ഞങ്ങളുടെ അമ്മാമ. അദ്ദേഹത്തിൻ്റെ ഒരേയൊരു മകനാണ് ഈയൊരു കാർത്തിയേട്ടൻ. നദി അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ കാർത്തിയെ നോക്കി. പാടുവോ? നിഷ്കളങ്കമായിരുന്നു ആ ചോദ്യം. കുറച്ച്. പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. പാടാവോ? ഒരു വരി. ഏത് പാട്ടാണ് നദിക്ക് കേൾക്കാൻ ഇഷ്ടം? വെണ്ണിലെ കൊമ്പിലെ രാപ്പാടി. ഒട്ടും ആലോചിക്കാതെ അവൾ മറുപടി പറഞ്ഞു. ആ സമയം അവളുടെ മനസ്സിൽ അമ്മ പറഞ്ഞ വാക്ക് മാത്രമായിരുന്നു, നിനക്കൊരു ഏട്ടനുണ്ട്. ഈ ആളിൽ ഞാൻ കണ്ടതും എൻ്റെ ഏട്ടനെ തന്നെയല്ലേ? അല്ലെങ്കിൽ എന്തിനാണ് സ്വപ്നത്തിൽ തൻ്റെ അരികിലേക്ക് വന്നത്? എന്തിനാണ് ഓരോന്നും പറഞ്ഞ് തന്നെ ആശ്വസിപ്പിച്ചത്? എന്തിനാണ് വാത്സല്യത്തോട് തൻ്റെ മൂർധാവിൽ ചുംബിച്ചത്? ഇന്ന് ഈ മുഖം കണ്ട നിമിഷം പേരറിയാത്തൊരു വികാരം തൻ്റെ ഉള്ളിൽ നിറഞ്ഞതെന്തിനാണ്? വെണ്ണിലാക്കൊമ്പിലെ രാപ്പാടിയെന്ന് ഈ ഏട്ടൻ്റെ ചിങ്കാരി. കാർത്തിയുടെ വരികൾ പെട്ടെന്നാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. മഞ്ഞുനീർത്തുള്ളിപ്പോൾ നിന്നോമൽ കുഞ്ഞു കൺവീലിൽ കണ്ണീരോ. ആ വരികൾ കേൾക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാർത്തികനാൾ രാത്രിയിൽ കൈക്കൊമ്പിളിൽ വീണ മുഖത്തെ കൈ വളർന്നു മെയ് വളർന്നു കൺമണിയായി തീർന്നതല്ലേ നിൻചിരിയും നിൻമൊഴിയും. പുലനിലായി പൂത്തനല്ലേ വെണ്ണില. കണ്ണുകൾ കുടി ചുറ്റി പൊൻവയിൽ മിന്നും കെട്ടി സുന്ദരമായി സുമംഗലിയായി പടിയിറങ്ങാൻ നീയൊരുങ്ങി. ഈ വിവരം ക്ഷണികമല്ലേ എന്ന് നീയൻ അരികിലല്ലേ വെണ്ണില. കാർത്തി പാടുകയായിരുന്നില്ല, അവൻ്റെ ആത്മാവിൽ നിന്നും ആ വരികൾ ഒഴുകിയിറങ്ങുകയായിരുന്നു. പാടിത്തീർന്നതും നദി മുഖം പൊത്തി കരഞ്ഞു. നീ പറഞ്ഞ പാട്ടല്ലേ കാർത്തിയേട്ടൻ പാടിയത്? പിന്നെ നീ എന്തിനാ കരയുന്നത് നദി? അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചിലങ്ക ചോദിച്ചു. വെറുതെ എനിക്കെന്തോ സങ്കടം വന്നു. ഞാൻ അറിയാതെ കരഞ്ഞതാ, സോറി. തൻ്റെ നേർക്കു നോക്കി കൈകൂപ്പുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി നിന്നു. നെഞ്ചിലെ നീറ്റലിൽ അറിയാതെ പോലും കണ്ണുകളിൽ ഉറവ് പൊട്ടാതിരിക്കാൻ അവൻ്റെ മനസ്സ് കഠിനമായി പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.